യോഗ തെറാപ്പി അഥവാ കോംപ്രഹെൻസീവ് യോഗ തെറാപ്പിയാണ് ഇന്നത്തെ ടോപ്പിക്. കാലിക സാഹചര്യത്തിൽ അതൊരു വളരെ വിപുലമായൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം യോഗ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്നതും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് വിശദമായി ചർച്ച ചെയ്യണമെങ്കിൽ അത് ദിവസങ്ങളും മാസങ്ങളും എടുത്താൽ തീരാത്തതാണ്. പക്ഷെ അതിനെ ലളിതമായിട്ട് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാമെന്നാണ് ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് യോഗ തെറാപ്പി അഥവാ എന്തായിരിക്കണം യോഗ തെറാപ്പി, അതാണ് ഇന്നത്തെ വിഷയം. ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അസുഖങ്ങളുടെ സിംറ്റംസിനെ, അത് നമ്മൾക്ക് അസുഖമായിട്ട് അനുഭവപ്പെടുന്ന സിംറ്റം, അതിനില്ലാതാക്കലാണ് സാധാരണഗതിയിൽ ചികിത്സ അല്ലെങ്കിൽ തെറാപ്പി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ ശാസ്ത്രം അതിനെ കുറേയും കൂടി ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്, വളരെ ലളിതമായി അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. യോഗ വേദാന്തം എന്നൊക്കെ പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സത്യത്തിൽ നല്ല അനുഭവസ്ഥർ പറയുമ്പോൾ അതെനിക്ക് വളരെ ലളിതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു പണ്ഡിതനേക്കാളും ഉപരി ആ വിഷയത്തിൽ ആഴത്തിൽ ഇറങ്ങി അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ, വളരെ ഉന്നത അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കണം തെറാപ്പി എന്നാണ് നമുക്ക് സംസാരിക്കുന്നത്. യോഗ തെറാപ്പി എന്നതിലുപരി ഏത് തെറാപ്പിയും അത് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ വേദങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. യോഗയെ കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടായിരിക്കില്ല, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെമ്പാടും. ഞാനൊരു 2001, 2002 യൂറോപ്പിൽ പോകുമ്പോൾ യോഗ തെറാപ്പി എന്നത് അവിടെ ആരും കേട്ടിട്ടില്ല. അപൂർവം ചില ആൾക്കാർക്ക് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് യോഗ തെറാപ്പി. ഇന്നിപ്പോ ഇന്ത്യയിൽ എല്ലാവർക്കും യോഗ തെറാപ്പി എന്ന ആ ഒരു ടൈമിനെ കുറിച്ച് അറിയാമെങ്കിലും ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് അറിയാത്ത ധാരാളം വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത് ആദ്യമായി കേൾക്കുമ്പോൾ പലവരുടെ ഒരു ധാരണ ഇത് ഈ അടുത്ത കാലത്ത് ആരോ കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് യോഗ തെറാപ്പി എന്നുള്ളൊരു ധാരണയുണ്ട്. പതഞ്ജലി മഹർഷി യോഗ ശാസിക്കാം എന്ന് പറയുമ്പോൾ അവിടെ അനുശാസനം എന്ന് ചേർത്തത് വാസുമാഷ് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അനുശാസനം, ഞാനത് പുതിയതായിട്ടല്ല പഴയൊരു കാര്യത്തെ വീണ്ടും പ്രസന്റ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഇന്ന് യോഗ തെറാപ്പിയെ കാലികമായ അവസ്ഥയിൽ, ഇന്നത്തെ ലോകത്തിന്റെ രോഗാതുരമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ കുറെ കാലങ്ങളായിട്ട് വ്യാസ യൂണിവേഴ്സിറ്റി, കൃഷ്ണമാചാര്യ, അതുപോലെ കൈവല്യധാമ, ഇങ്ങനെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് അനുശാസനത്തിന് വേണ്ടി. അപ്പോൾ ഈ യോഗ തെറാപ്പി എന്ന് പറയുന്നത് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. യോഗ തെറാപ്പി എന്ന് പറയുന്നത് യോഗയോളം തന്നെ പഴക്കമുള്ളതാണ്, ഒരു പക്ഷെ യോഗയേക്കാളും പഴക്കമുള്ളതാണ്. നമ്മളുള്ളിൽ ആത്മീയ ചിന്തകൾ, നമ്മുടെ അസ്തിത്വം എന്താണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, പ്രപഞ്ചം ആരുണ്ടാക്കി എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, നമ്മുടെ ദുഃഖത്തിന് കാരണം എന്ത്. ആ ചോദ്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ ആത്മീയതയിലേക്ക് വന്നിട്ടുള്ളത്. അതായത് യോഗ തെറാപ്പി യോഗയേക്കാളും പഴക്കമുള്ളതാവാൻ സാധ്യതയുണ്ട്. യോഗ തെറാപ്പിയെ കുറിച്ച് വളരെ ആഴത്തിൽ നമുക്ക് അറിവ് നൽകുന്ന 2 ഗ്രന്ഥങ്ങളാണ് യോഗ വസിഷ്ഠവും ഭഗവത്ഗീതയും. ഭഗവത്ഗീത നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ അതിൽ നിന്ന് യോഗ തെറാപ്പിക്ക് അനുകൂലമായ വിഷയങ്ങൾ കിട്ടുമോ എന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്താണ്?
ഡിപ്രഷൻ വന്ന് തളർന്ന് വീണുപോയ അർജുനന് ശ്രീകൃഷ്ണൻ നൽകുന്ന കൗൺസിലിംഗ് ആണ് ഭഗവത്ഗീത. വില്ലാളി വീരനായ അർജുനൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ യുദ്ധഘട്ടം അതിന്റെ മുന്നിലെത്തിയ സമയത്ത് അദ്ദേഹം തളർന്ന് ഒന്നും ചെയ്യാനാവാതെ കൈകൾ വിറച്ച് കയ്യിലുള്ള ഗാണ്ഡീവമെല്ലാം നിലത്ത് വീണ ഒരു അവസ്ഥയിൽ ഇനി യാതൊരു വിധത്തിലും ഒരു സ്റ്റെപ്പ് പോലും താൻ മുന്നോട്ട് വെക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ശ്രീകൃഷ്ണൻ കൗൺസിലിങ്ങിലൂടെ അർജുനനെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാലുഷികമായ അവസ്ഥ തന്നെയാണ്. അപ്പോ ഭഗവത്ഗീത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യോഗ തെറാപ്പിക്കും കൗൺസിലിങ്ങിനും വളരെ അധികം ഡീപ്പായുള്ള അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. അതുപോലെ യോഗ തെറാപ്പി സംബന്ധിച്ച ഇൻഫർമേഷനുകൾ ലഭിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് യോഗവസിഷ്ഠം. യോഗവസിഷ്ഠം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡിപ്രഷൻ ബാധിച്ച 16 വയസ്സുള്ള ശ്രീരാമന് വസിഷ്ഠമുനി നൽകുന്ന കൗൺസിലിംഗ് ആണ് യോഗവസിഷ്ഠം. രാമായണത്തിന്റെ ഭാഗമാണ് യോഗവസിഷ്ഠം. ഈ യോഗവസിഷ്ഠവും ഭഗവത്ഗീതയും ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന യോഗാ ഗ്രന്ഥങ്ങളായ യോഗസൂത്ര, ഖേരണ്ഡ സംഹിത, ഹഠയോഗ പ്രദീപിക, ശിവസംഹിത എന്നീ പുസ്തകങ്ങളെക്കാളൊക്കെ ഗ്രന്ഥങ്ങളെക്കാളൊക്കെ വളരെ വളരെ പഴക്കമുള്ള പുരാതനമായ ഗ്രന്ഥങ്ങളാണ് യോഗവസിഷ്ഠയും ഭഗവത്ഗീതയും. അതായത് യോഗ തെറാപ്പി എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് അല്ല, വളരെ പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് യോഗ തെറാപ്പി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, സാധാരണ യോഗ അല്ലെങ്കിൽ ആത്മീയ യോഗയും യോഗ ചികിത്സയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. യോഗയും യോഗ തെറാപ്പിയും ഒരേ ബേസുള്ള വേദത്തിലേക്ക് റൂട്ടുള്ള രണ്ട് വിഷയങ്ങളാണ്. നല്ലൊരു യോഗാചാര്യനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് വിഷയമല്ല, ഒറ്റ വിഷയമാണ്. കാരണം നമ്മൾ രോഗത്തെ അല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗത്തെ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സിംറ്റംസിനെയാണ് ചികിത്സിക്കുന്നത്. രോഗിയെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രോഗിയുടെ കുറവുകളെ നികത്തി കൊണ്ടുവരലാണ് രോഗിയെ ചികിത്സിക്കൽ. വ്യത്യാസം എന്ന് പറയുന്നത് ഈ വിഷയത്തെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം. ആത്മീയ സാക്ഷാത്കാരത്തിന് വേണ്ടി യോഗ ഉപയോഗിക്കാം. പക്ഷെ അതേ യോഗ നമ്മൾ ഒരു ഭൗതികമായ സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം മാറ്റാൻ ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണം. നമ്മൾ അസുഖം വന്ന് മരുന്ന് കഴിക്കുമ്പോൾ ഒരു രോഗിയുടെ ഭാരം, വയസ്സ് ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? ഒരേ പാരസെറ്റമോളും സെറ്റിസിൻ പോലെയുള്ള മരുന്നുകളും നമ്മൾ മൃഗത്തിനും കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഡോസിൽ മാറ്റം ഉണ്ടായിരിക്കും, കൊടുക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആത്മീയമായ യോഗയും തെറാപ്യൂട്ടിക്കൽ യോഗയും അതിന്റെ അപ്ലിക്കേഷനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആ ടൂൾസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അഥവാ അതിലെ ആ ഫിലോസഫി എങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കൂ, ഒരു അസുഖം വന്ന് സ്ട്രെസ്സുള്ള ആദ്യ പിടിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനങ്ങാതിരുന്ന് ധ്യാനിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ശിവൻ വളരെ കലുഷിതമായ ഒരു മാനസികാവസ്ഥ വന്നപ്പോഴാണ് ശിവതാണ്ഡവം കളിച്ചത്. അത് കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ശാന്തമായി. ആ സമയത്ത് ശിവൻ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അത് സാധിക്കില്ല. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാവും. ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിച്ചാൽ മനസ്സ് ശാന്തമാകാൻ സാധിക്കും. ഇപ്പം നമ്മുടെ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഉത്സവങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ അവിടെ ചെന്ന് മേളം കേൾക്കാനും ചാടാനും കളിക്കാനും ഒക്കെ തയ്യാറായിരിക്കും. ഇവരോടൊന്ന് അനങ്ങാതിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ അസുഖമുള്ള ഒരു വ്യക്തിയും അസുഖമില്ലാത്ത വ്യക്തിയുടെ ശാരീരികമായ അവരുടെ ആവശ്യങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇത് മോഡിഫൈ ചെയ്യണം. അതാണ് പ്രധാന വ്യത്യാസം. ഇപ്പൊ യോഗയിൽ ഉപയോഗിക്കുന്ന അതേ ടൂൾസും അതേ ഫിലോസഫി തന്നെയാണ് നമ്മൾ ചെറിയ മോഡിഫിക്കേഷനോടുകൂടി നമ്മൾ യോഗ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അസുഖമുള്ളവരോട് പറയും, അങ്ങനെ ചെയ്യല്ലേ, ലളിതമായിട്ട് ചെയ്യൂ, ഇന്ന രീതിയിൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മോഡിഫിക്കേഷൻ കൊടുക്കുന്നില്ലേ? അത് തന്നെ
പക്ഷെ പലപ്പോഴും യോഗ തെറാപ്പി എന്ന് പറയുന്നത് യോഗ ആസനങ്ങളും പ്രാണായാമങ്ങളും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് പലർക്കും. എന്നാൽ അതല്ല, നമ്മുടെ മനസ്സിനെയും കൂടി ഡീൽ ചെയ്യുമ്പോഴേ യോഗ തെറാപ്പി അത് പൂർണ്ണമാകുള്ളൂ. കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. ഒരു സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി യോഗ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വളരെ പോസിറ്റീവായൊരു മൈൻഡായിട്ട്, അതുപോലെ തന്നെ ആത്മീയതയിൽ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. സ്വന്തം മനസ്സിനെ കുറിച്ചും അതുപോലെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ വളർന്നു വരും ഒരു സാധാരണ വ്യക്തി യോഗ ചെയ്യുമ്പോൾ. അതേസമയം വളരെ പോസിറ്റീവായൊരു വ്യക്തി ജീവിതത്തിലെ എല്ലാ കടപ്പാടുകളും തീർത്ത് സാമൂഹികമായ ബന്ധങ്ങളൊന്നും ഇനി പ്രത്യേകിച്ച് ആവശ്യമില്ല എന്ന് തോന്നൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു യോഗയാണ്. പോസിറ്റീവായൊരു വ്യക്തിയെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള യോഗ. അതുപോലെ തന്നെ നോർമലായ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അസുഖമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനും കുറച്ച് വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. യോഗയെ ഞാൻ മൂന്നാക്കി തിരിക്കാറുണ്ട്. സ്പിരിച്വൽ യോഗ, ആത്മീയ യോഗ. അതെന്തിനാണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവായുള്ള വ്യക്തികളെ ആത്മസാക്ഷാത്കാരമോ ആത്മീയതയിലെ ഉയർന്ന പല അനുഭവങ്ങൾ നേടുന്നതിനോ വേണ്ടി നൽകുന്ന യോഗയാണ് ആത്മീയ യോഗ. നമ്മുടെ യോഗ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുള്ളത് ഈ യോഗയാണ്. എന്ത് ഭക്ഷണം കഴിക്കണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നെല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് ഒരു യോഗി എഴുന്നേൽക്കേണ്ടത്? ബ്രഹ്മമുഹൂർത്തത്തിൽ. ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ്? യോഗി സംബന്ധിച്ചിടത്തോളം വെളുപ്പിന് 3:30 ഇന്ത്യയിൽ. നമ്മൾ നോർത്ത് പോളിലോ സൗത്ത് പോളിലോ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സമ്മറിന് ഏതാനും മണിക്കൂറേ രാത്രിയുള്ളൂ. നേരം വെളുക്കുന്നതിന്, സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും 3.5 മണിക്കൂർ, 7 നാഴിക മുമ്പ് എഴുന്നേറ്റാലേ ബ്രഹ്മമുഹൂർത്തം ആവുള്ളൂ. പലപ്പോഴും 2-3 മണിക്കൂർ മാത്രം രാത്രിയുള്ള അവസ്ഥ നിങ്ങളുടെ രാജ്യങ്ങളിൽ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര മണിക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല സാധാരണക്കാർക്ക്. യോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം യോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കം വേണ്ടാത്ത വ്യക്തികളാണ്. പോസിറ്റീവ് യോഗ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കുറേയും കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നൽകുന്ന യോഗയാണ് പോസിറ്റീവ് യോഗ. പിന്നെ തെറാപ്യൂട്ടിക്കൽ യോഗ. അസുഖങ്ങളും ആധിയും വ്യാധിയുമൊക്കെയായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയില്ലാത്ത, സ്വസ്ഥനല്ലാത്ത വ്യക്തികൾക്കുള്ളതാണ് തെറാപ്യൂട്ടിക്കൽ യോഗ അഥവാ യോഗ ചികിത്സ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് യോഗ പഠിക്കാൻ വരുന്നവർ ഇതിൽ ഏതിൽപ്പെട്ടവരായിരിക്കും? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി യോഗ പഠിക്കാൻ എന്തായാലും ഒരു യോഗ ടീച്ചറെ അടുത്ത് വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം നമ്മുടെ നില തന്നെ പരുങ്ങലിലാണ്. യോഗ ടീച്ചർമാരെ ആദ്യം എനിക്ക് നന്നായിട്ട് അറിയാം. യോഗയൊക്കെ പഠിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി ഇരിക്കുമ്പോഴായിരിക്കും, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓരോ പഞ്ചായത്തിൽ ആവശ്യത്തിലധികം യോഗ ടീച്ചർമാരുണ്ട്. യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ കുറവാണ്. യോഗ ടീച്ചർമാർക്ക് തന്നെ യോഗ ചെയ്യാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്പിരിച്വൽ യോഗയ്ക്ക് വരുന്നവർ നമ്മുടെ യോഗ ക്ലാസ്സിൽ വരാനുള്ള സാധ്യതയില്ല. പോസിറ്റീവ് യോഗ, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, സ്ട്രെസ് ഒന്നുമില്ല, ജീവിതം വളരെ സുഖമായി മുന്നോട്ട് പോകുന്നുണ്ട്, വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനത്തെ ഒരു വല്ലവരും ഉണ്ടോ ഈ ഗ്രൂപ്പിൽ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാൻ വളരെയധികം ആഗ്രഹമുണ്ട്. യാതൊരു പ്രശ്നമില്ല, വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി. എന്തിനാ യോഗയ്ക്ക് വന്നിരുന്നെങ്കിൽ? ചുമ്മാ എനിക്ക് കുറച്ച് ആത്മീയമായ കുറച്ച് സുഖം ലഭിക്കണം എന്ന് പറയുന്നവർ ഒരു വർഷത്തിൽ ഒരാളെ പോലും ഈ ആർഷയോഗയിൽ വന്നായിട്ട് എനിക്ക് അറിവില്ല. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഒരു സുഖമില്ല എന്ന് പറയുന്ന, അങ്ങനെയെങ്കിലും പറയാത്തവർ വളരെ അപൂർവമാണ്. അത്യാവശ്യം ചില ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. അതേസമയം എന്തിനാ യോഗ ചെയ്യണമെന്ന് ചോദിച്ചിട്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മറുപടി സ്ട്രെസ്, സമയമില്ല, അസുഖങ്ങളുണ്ട്, ഓർമ്മ പശകുണ്ട്, ഈ ഉത്തരങ്ങളാണ്. പിന്നെ അപൂർവം ചില ആൾക്കാരുണ്ട്, അച്ഛൻ പറഞ്ഞുകൊണ്ട് വരുന്നു, അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞുകൊണ്ട്, അപ്പോഴും അസുഖങ്ങൾ തന്നെയാണ്. യോഗയ്ക്ക് വരുന്നവർ 95% ആൾക്കാരും തെറാപ്യൂട്ടിക്കൽ യോഗ അന്വേഷിച്ചെത്തുന്നവരാണ്. അല്ലേ? നിങ്ങൾക്ക് യോഗ ടീച്ചർമാരല്ലേ? അതാണ് ഇപ്പൊ നിങ്ങളെല്ലാം പ്രധാനമായിട്ട് യോഗ തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ ഓടി വരാനുള്ള കാരണം. അതേസമയം യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിൽ ഒട്ടുമിക്കതും സ്പിരിച്വൽ യോഗയാണ്. അത് പഠിപ്പിക്കുന്നവർക്കറിയാം, നമ്മൾക്കും അറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യോഗ തെറാപ്പി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സ്പിരിച്വൽ യോഗ പഠിച്ചവർക്ക്
യോഗ തെറാപ്പി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം യോഗ തെറാപ്പി എന്ന് പറയുന്നത് മനസ്സിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് സൈക്കോളജി മനസ്സിലാകുന്നവർക്ക് യോഗ തെറാപ്പി മനസ്സിലാവുള്ളൂ. സ്പിരിച്വൽ യോഗ മനസ്സിലായില്ലെങ്കിലും തത്തമേ പൂച്ച പൂച്ച എന്ന മട്ടിൽ യോഗ ആസനങ്ങളും സൂര്യ നമസ്കാരവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ളവർ അവർ ചെയ്തു പൊക്കോളും, അവർക്ക് വലിയ അപകടമൊന്നും പറ്റില്ല. പക്ഷെ യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ അസുഖമുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വിഷയമാവും. ഇന്ത്യയിൽ വലിയ വിഷയമൊന്നുമില്ല, മറിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളാണെങ്കിൽ അവർ നമ്മളെ സ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വിവരം അറിയും. അപ്പോൾ എന്താണ് യോഗ തെറാപ്പി? ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. അസുഖമാവുന്ന വ്യക്തി എനിമൽ ലെവലിലേക്കാണ് വരുന്നത്. എന്താ എനിമൽ ലെവൽ എന്ന് പറയുന്നത്? വിവേകം ഉണ്ടായിരിക്കില്ല. അത് പിന്നീട് ഞാൻ വിശദമാക്കി തരാം. എന്താണ് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം പിന്നീട് വ്യക്തമാക്കി തരാം. അതേസമയം മനുഷ്യൻ, മൃഗങ്ങളുടെ കാര്യമല്ല, മനുഷ്യൻ ആരോഗ്യത്തിലേക്ക് പോകും തോറും എനിമൽ ലെവൽ വിട്ട് ഹ്യൂമൻ ലെവലിലേക്കും അവിടുന്ന് ഉയർന്ന് ഡിവിനിറ്റിയിലേക്കും നമ്മൾ ഉയർന്നു പോകും. എപ്പോൾ നമ്മൾ അസുഖം വരുന്നു, അപ്പൊ ഹ്യൂമൻ ലെവലിൽ നിന്നും താഴേക്ക് വരും. ഹ്യൂമൻ ലെവലിൽ നിന്നും താഴേക്ക് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേകം ഇല്ലാത്ത അവസ്ഥ വരുന്നു എന്നാണ് പറയുന്നത്. മൃഗങ്ങൾക്ക് വിവേകം ഇല്ലെങ്കിലും അവർക്ക് സ്വസ്ഥമായി കഴിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന് വിവേകം ഇല്ല എങ്കിൽ വളരെ കഷ്ടമാണ്. കാരണം നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ വിവേകമില്ല. ഈ ബുദ്ധി തന്നെയാണ് മനുഷ്യന്റെ ശാപം. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, ഐക്യു വളരെ കുറവുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്കാണോ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അറിയാവുന്ന നഗരങ്ങളിൽ താമസിക്കുന്നവരാണോ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ളത്? അപ്പോൾ മനുഷ്യന് ബുദ്ധിയുണ്ട്, പക്ഷെ അതിന് വിവേകമായി കൺവെർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ആധുനിക കാലത്തിൽ നമ്മൾ ഏറ്റവും കുഴയ്ക്കുന്ന സംഗതിയാണ് സൈക്കോസൊമാറ്റിക് അഥവാ മനോജന്യ രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങളും. പണ്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണെന്നാണ് നമ്മുടെ ആധുനിക ശാസ്ത്രം കരുതിയിരുന്നത്. ഏതാണ്ട് ഒരു 50 വർഷം 40 വർഷം മുമ്പ് വരെ ഇതിനെ കരുതിയിരുന്നത് ഹെറിഡിറ്ററി ഡിസീസ് ആണെന്നാണ്. അതിന് കാരണമായി അവർ പറഞ്ഞിരുന്നത്, പ്രധാനപ്പെട്ട ഉദാഹരണം, ജൂതന്മാർക്ക് ഡയബറ്റീസ് വളരെ ധാരാളമുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ജൂതന്മാർക്കും ഡയബറ്റീസ് കൂടുതലാണെന്നുകൊണ്ടാണ് പ്രധാനമായിട്ട് അവരങ്ങനെ വിലയിരുത്താൻ കാരണം. എന്നാൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അമിതമായ ഭക്ഷണം, വ്യായാമക്കുറവ്, ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഡയബറ്റീസ് വരുന്നതെന്നാണ് ആധുനിക ശാസ്ത്രം തിരുത്തി പറഞ്ഞത്. എന്നാൽ ഇന്ന് അതേ ആധുനിക ശാസ്ത്രം പറയുന്നത് ഡയബറ്റീസ് എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണെന്നാണ്. ഒരു 3 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞിരുന്ന ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ജീവിതശൈലി രോഗങ്ങളും ഇന്ന് സൈക്കോസൊമാറ്റിക് എന്ന ഡിസീസിന്റെ കീഴിലാണ് ഇന്ന് പെടുത്തുന്ന ആധുനിക ശാസ്ത്രം. ഞാനിപ്പോൾ പറയുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. എന്നാൽ യോഗയുടെ അല്ലെങ്കിൽ വേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ സൈക്കോസൊമാറ്റിക് ഡിസീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മൾക്ക് ആധി വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ, ആധി എന്ന് പറയുമ്പോൾ പലർക്കും കൃത്യമായ അർത്ഥം അറിയാൻ സാധ്യതയില്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. കൃത്യസമയത്ത് ഒരു കാര്യം ചെയ്യാനോ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനോ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാനോ സാധിക്കാത്ത വരും. അപ്പൊ സ്ട്രെസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നു. ഇനി കുത്തഴിഞ്ഞ ജീവിതമുള്ള ഒരു വ്യക്തി, ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ അല്ലാത്തൊരു വ്യക്തി, ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു പോകും. കുറച്ച് പ്രായം ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു യുവത്വമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വ്യക്തിയിൽ ആധി അഥവാ സ്ട്രെസ് ഉണ്ടാക്കും, ഡിസ്ട്രെസ് ഉണ്ടാക്കും. തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, തോന്നിയ പോലെ ജീവിക്കുന്ന വ്യക്തികൾ ഒന്നും കൃത്യസമയത്ത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ ആദികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും രണ്ടല്ല എന്നതാണ് അവസ്ഥ. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റൂട്ട് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അതിനെ കൈകാര്യം ചെയ്യാതെ നമ്മൾ രോഗത്തെ മാത്രം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നില്ലെങ്കിൽ അത് മാറില്ല. ഇനി അഥവാ സിംറ്റം മാറിയാലോ ഒന്നിനു പകരം 2 സിംറ്റം പുറത്തേക്ക് വരും.
നമ്മുടെ പല അസുഖങ്ങളും സിംറ്റം മാറ്റി തരുമ്പോൾ നമ്മൾ ആ ഡോക്ടറെ അല്ലെങ്കിൽ ഭിഷങ്കരനെ വലിയ കഴിവുള്ള ഭിഷങ്കരനാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ വേറെ അസുഖം വരുമ്പോൾ നമുക്കറിയില്ല ആ സിംറ്റത്തെ സപ്രസ് ചെയ്തതിൻ്റെയാണ് ഈ അസുഖം എന്ന് നമുക്കറിയില്ല. അപ്പൊ ആധുനിക ശാസ്ത്രത്തിന് വലിയ ആക്സിഡന്റിൽ പറ്റുന്ന പ്രശ്നങ്ങളോ ഒന്നും അല്ല പ്രശ്നം. സൈക്കോസൊമാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അസുഖങ്ങൾ, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അറിയാത്തതാണ് ആധുനിക ലോകത്തിന്റെ ഇന്നത്തെ ഒരു പ്രശ്നം. ഇത്തരം അസുഖങ്ങളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. മനസ്സിനെ കുറിച്ച് അറിവ് എവിടുന്ന ലഭിക്കുക? ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അതിനെ സമീപിക്കുന്നത് സൈക്കോളജിയാണ്. എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സ്റ്റഡിയാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അടക്കമുള്ള ബോഡി ലാംഗ്വേജിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ അസ്യൂം ചെയ്യുന്ന, ഊഹിച്ചെടുക്കുന്ന ഒന്നാണ് ബിഹേവിയറൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ മോഡേൺ സൈക്കോളജിയുടെ തുടക്കം എന്തായിരുന്നു? തുടക്കം ആത്മാവിനെ അന്വേഷിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയായിട്ടാണ് മോഡേൺ സൈക്കോളജി തുടങ്ങിയത്. പക്ഷെ ആത്മാവിനെ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ മോഡേൺ സയൻസ് സ്വീകരിക്കാത്തതുകൊണ്ട് പതുക്കെ അത് മാറി 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 മൈൻഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാക്കി മാറ്റി. പക്ഷെ അവിടെ ഉപയോഗിച്ചത് നമ്മുടെ ബിഹേവിയർ നോക്കിയിട്ടാണ് ഈ മനസ്സിനെ ഊഹിച്ചെടുത്തത്. ആരുടെ ബിഹേവിയർ? പഴയ കാലത്ത് അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റുകൾ, ഹ്യൂങ്, ഫ്രോയിഡ്, ഇവരെല്ലാം രോഗികളെ ഒബ്സർവ് ചെയ്തിട്ടാണ് മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതായത് അവർ ഒബ്സർവ് ചെയ്തതെല്ലാം ഡിസീസ്ഡ് മൈൻഡായിരുന്നു. അസുഖം ബാധിച്ച മനസ്സിനെ അല്ലെങ്കിൽ അത്തരം മനസ്സുള്ളവരെ അവരുടെ ബോഡി ലാംഗ്വേജും പെരുമാറ്റവും നോക്കിയിട്ട് ഊഹിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ മോഡേൺ സൈക്കോളജിയിലുള്ള അറിവ്. അതിന് വളരെ പരിമിതികളുണ്ട്. അപ്പോൾ മോഡേൺ സൈക്കോളജി ആക്ച്വലി ആധുനിക ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പലർക്കും അറിയില്ലെന്ന്. ആധുനിക ശാസ്ത്രത്തിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല ബിഹേവിയർ സ്റ്റഡി. സൈക്യാട്രി അതിന്റെ കീഴിൽപ്പെടുത്താം. പക്ഷെ സൈക്യാട്രിക്ക് പരിമിതികളുണ്ട്. സൈക്യാട്രിസ്റ്റുകളൊന്നും കൗൺസിലിങ്ങിന് അനുവാദമുള്ളവരല്ല. അവർക്ക് മെഡിസിൻ എഴുതാനേ സാധിക്കുള്ളൂ നിയമപരമായിട്ട്. അപ്പോൾ സൈക്കോളജി വരുന്ന എവിടെയാണ്? മെറ്റീരിയൽ സയൻസിൽ വരില്ല. മോഡേൺ സയൻസ് എല്ലാം മെറ്റീരിയൽ സയൻസിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സൈക്കോളജി വരുന്നത് മെറ്റാഫിസിക്സ്, ടാഞ്ചിബിൾ അല്ലാത്തൊരു ഒബ്ജക്റ്റാണ് മൈൻഡ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ഒന്നാണ് മൈൻഡ്. അത് വരുന്നത് മെറ്റാഫിസിക്സിലാണ്. നമുക്ക് അറിവിനെ മൂന്നാക്കി തിരിക്കാം: പരാവിദ്യ, അപരാവിദ്യ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ, അൾട്ടിമേറ്റ് ട്രൂത്തിനെ കുറിച്ചുള്ള അറിവാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ അത് അല്ലാതെയുള്ള എല്ലാ ബാക്കിയുള്ള അറിവുകളും. ഈ അപരാവിദ്യയെ നമുക്ക് വീണ്ടും രണ്ടാക്കി തിരിക്കാം: ഇൻഫർമേഷൻ ബേസ്ഡ് നോളജ്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയൽ സയൻസ്. അത് എക്സ്പെരിമെന്റലാണ്. നമുക്ക് പരീക്ഷണം നടത്തി മറ്റൊരാളെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഓക്സിജന്റെ കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആരെങ്കിലും അത് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. അതേസമയം മെഡിറ്റേഷൻ ചെയ്താൽ ഇന്ന അനുഭവം കിട്ടുമെന്ന് പറയുമ്പോൾ അതില്ല എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എനിക്കത് വേറൊരാളെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. ആ വ്യക്തിക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ബേസ്ഡ് നോളേജും വിസ്ഡം ബേസ്ഡ് നോളേജും ഇങ്ങനെ രണ്ടാക്കി തിരിക്കാം. ഈ വിസ്ഡം ബേസ്ഡ് നോളേജിൽ ഇൻഫർമേഷനും ഇൻക്ലൂഡഡ് ആണ്. ഈ വിസ്ഡം ബേസ്ഡ് നോളേജിൽ മെറ്റീരിയൽ സയൻസും സ്പിരിച്വൽ സയൻസും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരുമിച്ച് പോകുന്നു. ആധുനിക ശാസ്ത്രത്തിന് ആത്മീയത സ്വീകരിക്കാൻ സാധിക്കില്ല, നമുക്കറിയാം. ആത്മീയതയ്ക്കോ, ഇന്ന് നമ്മൾ അറിയുന്ന ആത്മീയത എന്ന് പറയുന്നത് മതങ്ങൾ പറയുന്ന ആത്മീയതയാണ്. അതിന് മോഡേൺ സയൻസിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. വൈദിക ശാസ്ത്രം വിസ്ഡം ബേസ്ഡ് നോളജ് ആണ്. അവിടെ ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ പരസ്പര വിരുദ്ധമല്ലാതെ ഒരുമിച്ച് പോകുന്നു. അതാണ് യോഗയുടെയും ആയുർവേദത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ആയുർവേദം സ്പിരിച്വലാണ്.
അതേസമയം അതിൽ സയൻസുമുണ്ട്. സയൻസ് പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ, ശരിയായ കാര്യങ്ങൾ അംഗീകരിക്കാൻ ആത്മീയതയ്ക്ക് സാധിക്കുന്നു. ആത്മീയതയുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടു നടക്കാനും വേദത്തിലെ മെറ്റീരിയൽ സയൻസിന് സാധിക്കുന്നു. വേദത്തിലുള്ള മെറ്റീരിയൽ സയൻസ് ബ്രാഞ്ചിന് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദ്രവ്യത്തെക്കുറിച്ച് വിശദീകരിച്ചുള്ള കണാദ മഹർഷിയുടെ വൈശേഷികം എന്ന് പറയുന്നത് ശരിക്കും മെറ്റീരിയൽ സയൻസ് ആണ്. അദ്ദേഹം ആത്മീയതയ്ക്ക് എതിരല്ല. ആത്മീയതയിൽ നിന്നുകൊണ്ട് വേദത്തിൽ ഊന്നിയാണ് അദ്ദേഹം കണത്തെക്കുറിച്ച്, ആറ്റത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിസ്ഡം ബേസ്ഡ് സയൻസ്, അതിന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ആർഷജ്ഞാനം. ഈ ആർഷജ്ഞാനത്തെ അതേ പടിയിൽ മനസ്സിലാക്കിയാലേ നമുക്ക് യോഗയും യോഗ തെറാപ്പിയും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ പഠനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ വേദത്തിന് ആത്മീയതയും മെറ്റീരിയൽ സയൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുള്ള പോലെ തന്നെ മറ്റു പല സംസ്കാരങ്ങളും ലോകത്ത് നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് ഗ്രീക്ക് കൾച്ചർ, മായൻ കൾച്ചർ, ഇതൊക്കെ. പക്ഷെ അതൊന്നും ഇന്ന് ഇല്ല, ആ അറിവേ ഇല്ല. പക്ഷെ നമ്മുടെ വൈദിക ജ്ഞാനം മാത്രം ഇന്നും നിലനിൽക്കുന്നതിന് കാരണം അതിൻ്റെ എഡ്യൂക്കേഷണൽ മെത്തഡോളജിയാണ്. അത് സാധാരണ പറയുന്നത് ശ്രവണ മനന നിധിധ്യാസന അപ്രോച്ച്. ശ്രവണ, നമ്മളൊരു വിഷയം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതിന് ശ്രവണം എന്ന് പറയും, ഇൻഫർമേഷൻ. മനന, അതിനെ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കേട്ട് വീണ്ടും വീണ്ടും കേട്ട് അനലൈസ് ചെയ്ത് സംശയങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ അതിനെ ഇന്റലക്ച്വലി, ബുദ്ധിപരമായി അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് മനനം. അങ്ങനെ ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കിയ ഒരു വിഷയം അതിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് നിധിധ്യാസനം എന്ന് പറയാം. നമ്മൾ കേട്ടൊരു വിഷയത്തെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ ബുദ്ധിപരമായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ധ്യാനിക്കുന്നതാണ് നിധിധ്യാസനം. അങ്ങനെ ഉണ്ടാവുന്ന അനുഭവമാണ് യഥാർത്ഥ അറിവ്. നമ്മൾ ഋഷിമാരെല്ലാം മനസ്സിനെ കുറിച്ച് പഠിച്ചത് അങ്ങനെയാണ്. പുറത്തു നോക്കിയിട്ടല്ല, അകത്തേക്ക് നോക്കിയിട്ടാണ്. പുറത്തുള്ള വിഷയങ്ങളെ പോലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമുക്ക് പഠിക്കാനും അനുഭവിക്കാനുമുള്ള മെത്തേഡാണ് നമ്മുടെ വൈദിക ശാസ്ത്രം നൽകുന്നത്. ശ്രവണ മനന നിധിധ്യാസന മെത്തേഡ്. യഥാർത്ഥ അറിവ് വേണമെങ്കിൽ നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. വേറെ ആരെങ്കിലും പറഞ്ഞത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതല്ല യഥാർത്ഥ അറിവ്. ഭാരതീയ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എല്ലാം മൂളിക്കേൾക്കുന്ന ശിഷ്യരെ ഗുരുക്കന്മാർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് അതിൽ വർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്ത് അഭ്യാസം ചെയ്ത് സ്വയം അനുഭവപ്പെടുമ്പോഴേ ഗുരുവിന് ശിഷ്യനിൽ മതിപ്പുണ്ടാവുള്ളൂ. ഗുരു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുന്ന ശിഷ്യരെ ഗുരുവിന് യാതൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അതാണ് ശ്രവണ മനന നിധിധ്യാസന മെത്തേഡ്. എന്തുകൊണ്ട് യോഗ തെറാപ്പി? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്നു, അത് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതല്ല. പക്ഷെ അങ്ങനെ എത്ര കേസുകളുണ്ട്? വളരെ അപൂർവം. മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടുമിക്കതും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തല്ലാണ്. അതിനെ പുറത്തുനിന്നുള്ളൊരു ടൂൾ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. അതിന് നമ്മുടെ ബുദ്ധി തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് യോഗ തെറാപ്പിയിൽ ഒരു തെറാപ്പിസ്റ്റ് വേറൊരാളുടെ രോഗം മാറ്റുന്നില്ല എന്നുള്ള മനസ്സിലാക്കേണ്ടത്. ഒരു യോഗ തെറാപ്പിസ്റ്റ് ഒരു രോഗി എന്ന് പറയുന്ന വ്യക്തിയെ എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവനെ എന്താണ് ജീവിതം, എന്താണ് ശരിയായ ജീവിതം, എന്തുകൊണ്ട് അസുഖങ്ങൾ, അതിനെന്താണ് പരിഹാരമെന്ന് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവനവൻ തന്നെ സ്വയം അത് കറക്റ്റ് ചെയ്യാണ്. ചികിത്സിക്കുക എന്നുള്ള വാക്ക് ശരിയാവില്ല, അവനവൻ തന്നെ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ അതാണ് യോഗ തെറാപ്പി. എന്താണ് യോഗ തെറാപ്പി എന്ന് ഒരു ഡെഫിനിഷൻ: സമഗ്രം, ബഹുമുഖഭാഷ്യം, വ്യക്ത്യാധിഷ്ഠിതം, ചര്യാപ്രധാനം, ക്രിയായോഗം, യോഗ ചികിത്സ. ഇമ്പോർട്ടൻ്റ് ആയ സ്ലൈഡുകൾ, ആ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് അയച്ചു തരാം, വേണ്ടവർക്ക് എഴുതിയെടുക്കുകയും ചെയ്യാൻ പോകും. എന്താണ്
സമഗ്ര യോഗ ചികിത്സ. ഇപ്പം ഈ പറഞ്ഞ ഡെഫിനിഷനെ വളരെ ലളിതമായിട്ട് ചുരുക്കി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, കോംപ്രഹെൻസീവ് യോഗ തെറാപ്പി ഈസ് എൻ ഇൻഡിവിജ്വൽ യോഗിക് അപ്രോച്ച്. സമഗ്ര യോഗ ചികിത്സ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ചെയ്യുന്ന ഒന്നാണ്. യോഗ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ 10 പേര്, 15 പേര്, 20 പേരൊക്കെയുള്ള യോഗ ക്ലാസ് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ യോഗ തെറാപ്പി അങ്ങനെ 5-10 പേരെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. പേഴ്സൺ ടു പേഴ്സൺ. കൃഷ്ണമാചാര്യ എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഒരു സ്റ്റൈലിന് പുറത്തേക്ക് നമ്മളെപ്പോഴും അന്വേഷണം കൊണ്ടു ചെല്ലണം. നമ്മളൊരു ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുമ്പോൾ, അദ്ദേഹത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹം വഴിക്കോ അല്ലാതെയോ മറ്റ് ട്രഡീഷനുകളെ അറിയാൻ ശ്രമിക്കണം. എല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പാടില്ല. ഒരു ഗുരുവിനെ ഒരു ട്രഡീഷൻ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ എല്ലാ ട്രഡീഷനും നമ്മൾ അറിയാൻ ശ്രമിക്കണം. കൃഷ്ണമാചാര്യ പേഴ്സൺ ടു പേഴ്സൺ എന്നാ പറയാ അവരുടെ യോഗ ക്ലാസ്. ഗ്രൂപ്പിന് യോഗ പഠിപ്പിക്കരുതെന്ന് അവർ പറയാം. അതാണ് സത്യത്തിൽ യോഗ തെറാപ്പി. ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യോഗ കൊടുക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ആവശ്യം വ്യത്യസ്തമാണ്. അങ്ങനെ ഇൻഡിവിജ്വൽ യോഗ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് യോഗ തെറാപ്പി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നതല്ല യോഗ തെറാപ്പി. ഇൻ വിച്ച് വൺ ഡീൽസ് വിത്ത് ഹിസ് ഓൾ ലെവൽസ് ഓഫ് എക്സിസ്റ്റൻസ്. അസുഖം വരുമ്പോൾ ശരീരത്തെ മാത്രം ചികിത്സിക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിനെ മാത്രം ചികിത്സിക്കുന്നതല്ല, നമ്മുടെ അസ്തിത്വത്തിന്റെ എല്ലാ ഘടകങ്ങളെയും, ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ആത്മാവിന്റെ തലം, ഇങ്ങനെ എല്ലാ തലങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോഴേ യോഗ തെറാപ്പി എന്ന് പറയാൻ സാധിക്കും. ആത്മാവെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോയെന്ന് തന്നെ ഉറപ്പില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ആത്മാവിനെയൊക്കെ ചികിത്സിക്കാൻ നിൽക്കുക? അതാ പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സ്കൂളിലോ ഒരു സെമിനാറോ ചെയ്ത് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ സ്വയം അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് മനനം ചെയ്യണം. ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും ഒരു വഴികാട്ടി മാത്രമാണുള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് സ്വയം സ്റ്റഡി ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലാ ലെവലുകളെയും ഒരേ സമയം കൈകാര്യം ചെയ്യണം. ഇത് പാർട്സുകളാക്കി മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ കാറ് വഴിയിൽ കേടാകുമ്പോൾ, ടയറാണ് കേടാകുന്നതിന് ടയർ ഊരി കൊണ്ടുപോയിട്ട് പഞ്ചറൊട്ടിച്ച് തിരിച്ചുകൊണ്ട് വരാം. ബാറ്ററി ഡൗൺ ആയാൽ ബാറ്ററി മാറ്റി വയ്ക്കാം, വേറെ ബാറ്ററി ചാർജ് ചെയ്ത് തിരിച്ചുകൊണ്ട് വെക്കാം. പക്ഷെ നമ്മുടെ ഈ ശരീരം, മനസ്സ്, പ്രാണൻ, ബുദ്ധി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു ഘടകം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അതോടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ചികിത്സിക്കേണ്ടി വരില്ല. അപ്പൊ ഒരേ സമയം ഇത് ഒരുമിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ യോഗ തെറാപ്പി എന്ന് പറയാൻ പറ്റൂ. എന്തിനാ യോഗ തെറാപ്പി ഉപയോഗിക്കുന്നത്? ഡിസ്ട്രസ്, ആധി, സഫറിങ്, മനുഷ്യന്റെ ദുഃഖം നൽകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും യോഗ തെറാപ്പി ഉപയോഗിക്കാം. സൈക്കോസൊമാറ്റിക് എലിമെന്റ്സ്, മനോജന്യ രോഗങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കാം. സൈക്കോളജിക്കൽ എലിമെന്റ്സ്, മാനസിക പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. റീഹാബിലിറ്റേറ്റിംഗ് ആഫ്റ്റർ എനി സീരിയസ് ഇൽനെസ്. ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ ആരും അതിനൊന്നും മുതിരാറില്ല. എൻ്റെ അടുത്ത് അപൂർവം ചില ക്യാൻസർ പേഷ്യൻറ്റുകളെ വന്നിട്ടുള്ളൂ. അവർ വരാൻ കാരണം വെച്ചാൽ ബാക്കിയെല്ലാം കൈയൊഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുന്നത്. കീമോതെറാപ്പി, റേഡിയേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താലും ഇതൊക്കെ ഈ ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത കൂട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കീമോതെറാപ്പി ചെയ്യുമ്പോൾ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ അങ്ങനത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വീക്കായിട്ട്, ബോഡി വീക്കായിരിക്കുന്നവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് യോഗ തെറാപ്പി ഉപയോഗിക്കാം. സപ്പോർട്ട് അതർ തെറാപ്പി, ഉദാഹരണത്തിന് കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് എ സെർട്ടൻ ലിമിറ്റ് വിത്ത് ഫിസിയോളജിക്കൽ എയിൽമെന്റ്സ്. പ്രത്യേകം നോട്ട് ചെയ്തോളൂ. എല്ലാ അസുഖം മാറ്റിത്തരാമെന്ന് യോഗ തെറാപ്പി അവകാശപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ അസുഖങ്ങളെ യോഗ തെറാപ്പി വെച്ച് ചികിത്സിക്കാൻ ശ്രമിക്കരുത്. എല്ലാ അസുഖങ്ങളെയും. ചെറിയൊരു ബാക്ക് പെയിൻ വന്നു, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ നമുക്ക് വേണമെങ്കിൽ യോഗ തെറാപ്പി ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ വലിയൊരു ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഒരാളെ യോഗ തെറാപ്പി ചെയ്ത് ചികിത്സിക്കാമെന്ന് സാമാന്യബോധമുള്ള ഒരു യോഗ തെറാപ്പിസ്റ്റുകളും യോഗ ടീച്ചർമാരും പറയില്ല. അതായത് യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ് ഓഫ് മൈൻഡ്.
ഒട്ടുമിക്ക പ്രശ്നങ്ങൾ റൂട്ട് മനസ്സിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് യോഗ തെറാപ്പി ഉപയോഗിക്കാം. പക്ഷെ ഫിസിക്കലായ അസുഖങ്ങളെ, ചില അസുഖങ്ങളെ നമുക്ക് യോഗയിലെ യോഗ ആസനങ്ങളും പ്രാണായാമൊക്കെ ഉപയോഗിച്ച് ഒരു പരിധി വരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ വലിയ വലിയ ഇഷ്യൂ, ആക്സിഡന്റ് പോലുള്ള പ്രശ്നങ്ങൾ എന്നുള്ള വലിയ വലിയ ഇഷ്യൂകളെ ചികിത്സിക്കാൻ നമുക്ക് യോഗ തെറാപ്പി കൊണ്ട് സാധിക്കില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഈ ലക്ഷ്യം നേടുന്നത്? ത്രൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. 30, 40, 50 വർഷമായിട്ടുള്ള റോങ് ലൈഫ് സ്റ്റൈലിലൂടെ കടന്നുപോയൊരു വ്യക്തി അസുഖം മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിരിക്കണം. അല്ലാതെ ഒരിക്കലും സൈക്കോസൊമാറ്റിക് അസുഖങ്ങളോ മനോജന്യ രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളോ നമുക്ക് മാറ്റാൻ സാധിക്കുക. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അസുഖം വരുമ്പോൾ യോഗ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് വന്ന് ചോദിക്കും, ഇതിനൊരു ആസനം പറഞ്ഞു തരും, ഇതിനൊരു പ്രാണായാമം പറഞ്ഞു തരും എന്ന് ചോദിക്കില്ലേ? അവിടെ കൊണ്ടൊന്നും തീരില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രെയിനിലൊക്കെ പരിചയപ്പെടുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്ത് ചെയ്യുന്നു? യോഗ. ആദ്യോ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, 2 യോഗ പറഞ്ഞു തരും. ലൈഫ് സ്റ്റൈലൊന്നും മാറ്റാൻ തയ്യാറല്ല. 2 പ്രാണായാമ 2 യോഗാസനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് മാറ്റാം എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. ഡയറ്റ്, ശരിയായ ആഹാരം. ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിയായ ആഹാരം എന്നാണ്. ഏറ്റവും കൂടുതൽ ആഹാരത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ളത്. പലപ്പോഴും തോന്നിയ ഭക്ഷണം കഴിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അസുഖങ്ങൾ അത്ര ബാധിക്കാറില്ല. കാരണം അവരുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഡയറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആരുടെ ഡയറ്റ്? യോഗികളുടെ ഡയറ്റ് അല്ല. ഏകഭുക്ത യോഗി, ദ്വിഭുക്ത ഭോഗി, ത്രൈഭുക്ത രോഗി, ചതുർഭുക്ത ദ്രോഹി. യോഗികൾ കഴിക്കുന്ന ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. യോഗികൾ കഴിക്കേണ്ട സാത്വികമായ ഭക്ഷണമാണ്. നമ്മൾ സാത്വിക ഭക്ഷണം മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസികവും ശാരീരികവുമായ രാജസികവും താമസികവുമായ പ്രവൃത്തികളെ, അതിനാവശ്യമായ ഊർജം കിട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ ഓജസ് എടുത്ത് ഉപയോഗിക്കും. രാജസികമായി പെരുമാറുന്നവർ, ചിന്തിക്കുന്നവർ രാജസിക ഭക്ഷണം ഒട്ടും കഴിച്ചില്ലെങ്കിൽ, സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഓജസ് നഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് അസുഖം വരാം. അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ രോഗികളുടെ ഭക്ഷണം എന്താണ്, ആരോഗ്യമുള്ളവരുടെ ഭക്ഷണം എന്താണ്, യോഗികളുടെ ഭക്ഷണം എന്താണെന്ന് വേറെ വേറെ നമ്മൾ തിരിച്ചറിയണം. നാളെ അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ക്ലാസിക് യോഗ ടൂൾസ്, നമ്മൾ സാധാരണ യോഗയിൽ ഉപയോഗിക്കുന്ന യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ചില രൂപമാറ്റങ്ങളോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് യോഗിക് വിസ്ഡം. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിസ്ഡം, വിവേകം, അതാണ് യോഗ തെറാപ്പിയുടെ പ്രധാനപ്പെട്ട ടൂൾ. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്? അക്കോർഡിംഗ് ടു ദ ലിമിറ്റേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ പരിമിതികളും പരിധികളും മനസ്സിലാക്കി അവരെ ഇന്നർ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ ഇന്നർ പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും എല്ലാ അസുഖവും മാറ്റാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റിയും എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇന്നത്തെ അസുഖങ്ങൾക്ക് കാരണം. എന്താണ് എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി? നമ്മുടെ പാരൻസ്, നമ്മുടെ അധ്യാപകര്, സുഹൃത്തുക്കള്, നമ്മുടെ മതം, ജാതി, സമൂഹം, അയൽവക്കക്കാർ, നമ്മുടെ രാജ്യത്തിന്റെ ചില സംസ്കാരങ്ങൾ, ഇതെല്ലാം ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി. ഇന്നർ പേഴ്സണാലിറ്റി ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പലപ്പോഴും ഇത് തമ്മിലൊരു ഹാർമണി ഉണ്ടാവാറില്ല. നമ്മൾ ആരോ പറഞ്ഞിട്ട് എന്തോ പഠിച്ചു, അത് വെച്ച് നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവൻ എന്തോ ഒരു ജോലി ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ നിത്യജീവിതത്തിൽ ആവശ്യമായ ഒന്നും നമ്മുടെ സ്കൂളിലെ സിലബസിലില്ല. ജീവിതത്തിൽ എങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം, കുടുംബത്തിൽ എങ്ങനെ സമാധാനത്തോടെ മുന്നോട്ട് പോകാം, നമ്മൾ പരിചയമില്ലാത്ത വേറെ അകലെവിടെയോ കിടക്കുന്ന ഒരു വ്യക്തിയുമായി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരായിട്ട് എങ്ങനെ താരതമ്യത്തിൽ ഒരുമിച്ച് പോകാന്നുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. എന്തിന്? ഒരു ചായ വെക്കാൻ പോലും പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ.
നിത്യജീവിതത്തിൽ ആവശ്യമായ ഒന്നും പഠിപ്പിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ ആധുനിക സമൂഹത്തിൽ പലരും 10, 40, 50 വയസ്സാവുമ്പോഴാണ് അവർക്ക് തിരിച്ചറിയുന്നത് അവർക്ക് സ്ട്രെസ്സിന് കാരണം തൻ്റെ ഇപ്പോഴത്തെ ജോലിയും അതുപോലുള്ള കാര്യങ്ങളാണ്. പിന്നീട് അവരെല്ലാം ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അവരെ ഉള്ളിലെ ആ പേഴ്സണാലിറ്റി പുറത്തേക്ക് വരും. പിന്നെ അവരത് ആസ്വദിച്ചു തുടങ്ങും. അങ്ങനെ ജീവിച്ചു തുടങ്ങുന്ന 50, 60 വയസ്സിൽ ജീവിച്ചു തുടങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ട്. എൻ്റെ ജീവിതാനുഭവം കൂടി വെച്ച് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് ധാരാളം സ്ട്രെസ് തന്നിട്ടുണ്ട്. ഇത് പഠിക്കുമ്പോൾ ഒന്നും ഉള്ളിൽ കയറില്ല. കാരണം ഇത് എന്തിനാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും. എൻ്റെ പേഴ്സണാലിറ്റിക്ക് യോജിച്ച രീതിയിലായിരുന്നില്ല. അങ്ങനെ എനിക്ക് അലർജി പോലുള്ള അസുഖങ്ങൾ വന്ന്, ഭാഗ്യത്തിന് അലർജി എന്ന് പറയുന്നത് ശരിക്കൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. സമയം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ലാസ്റ്റ് ടോപ്പിക് അലർജിയാണ്, അന്ന് ഞാൻ വ്യക്തമാക്കി തരാം. നാസൽ അലർജി എന്ന് പറയുന്നത് വളരെ അനുഗ്രഹം നൽകുന്ന ഒരു അസുഖമാണ്. മറ്റു പല കോംപ്ലിക്കേറ്റഡ് ആയ അസുഖങ്ങളെ മാറ്റിയെടുത്താൽ അതിനെ സഹായിക്കും. ഒരു സേഫ്റ്റി വാൾവാണ്, പ്രഷർ കുക്കിന്റെ സേഫ്റ്റി വാൾവ് പോലെയാണ്. അപ്പൊ നമ്മുടെ ആ പേഴ്സണാലിറ്റി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചുള്ളൊരു യോഗ തെറാപ്പിയാണ് നൽകുന്നതെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും വിജയം നേടാൻ നൽകും. ഇതാണ് യോഗ തെറാപ്പിയുടെ ചെറിയൊരു ഡെഫിനിഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യം ഹെൽത്തിന് ഡെഫിനിഷൻ നൽകിയത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നാണ്. ശരീരത്തിന് ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി എന്ന് പറയാൻ സാധിക്കില്ല. മനസ്സിനും ആരോഗ്യം വേണം. അല്ലേ? നല്ല മസിലുണ്ട്, ഓർഗനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ മനസ്സ് സ്റ്റേബിൾ അല്ല. പിന്നീട് ഇതേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചെറിയൊരു അമെൻമെന്റ് വരുത്തി. എന്താണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത് ഈസ് റിയൽ ഹെൽത്ത്. നമ്മൾ ഫിസിക്കലി മെന്റലി വളരെ ഹെൽത്തിയാണ്, പക്ഷെ സോഷ്യലി നമ്മൾ ഹെൽത്തി അല്ല. ചില വ്യക്തികളുണ്ടല്ലോ, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ സ്വയം അധ്വാനിച്ച് വളർന്ന ഒരാളാണ്, ഞാൻ സുഖമായി എനിക്ക് ജീവിക്കാൻ അറിയാം, ഒരാളുടെ ഹെൽപ്പ് വേണ്ട എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ. കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. കാരണം ഒന്നും അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊരു ആധി ഉണ്ടായിരിക്കും, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും, മെന്റൽ ഹെൽത്ത് തകരും. കുറച്ച് കഴിയുമ്പോൾ ഫിസിക്കൽ ഹെൽത്തും തകരും. എന്നാൽ ഇന്ന് നമ്മുടെ വേദത്തിന്റെ കാഴ്ചപ്പാടിൽ, യോഗയുടെ കാഴ്ചപ്പാടിൽ എന്ന് പറയുന്നത് ഒരു ആളെ ഹെൽത്തി എന്ന് പറയണമെങ്കിൽ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വലി ഹെൽത്തി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്പിരിച്വലി ഹെൽത്തി എന്ന് അവിടെ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല യോഗാചാര്യന്മാരെയും വലിയ ഗുരുക്കന്മാരെയൊക്കെ അവർ പലപ്പോഴും പല പ്രഭാഷണത്തിന് വിളിക്കും. പക്ഷെ സ്പിരിച്വലി ഹെൽത്ത് എന്ന് എഴുതാൻ അവർക്ക് ധൈര്യമില്ല. കാരണം സ്പിരിച്വാലിറ്റിക്ക് ഡെഫിനിഷൻ നൽകാൻ എളുപ്പമല്ല. ഇപ്പം മതങ്ങൾ തമ്മിൽ ഫൈറ്റ് വരുന്നുള്ളതുകൊണ്ട് അവരത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ അവർ ഉള്ളിൽ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ് സ്പിരിച്വൽ ഹെൽത്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങളുടെ മനസ്സിൽ. ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം അത് മനസ്സിലാക്കാൻ ഏത് വഴിക്ക് ഏത് ദിശയിൽ സഞ്ചരിക്കണമെന്നുള്ളൊരു ധാരണയോ ഉണ്ടെങ്കിൽ നമുക്ക് അവൻ സ്പിരിച്വലി ഹെൽത്തി എന്ന് പറയാം. കൃത്യമായ ഉത്തരം കിട്ടണമെന്നില്ല. ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞു, പിന്നെ ഹ്യൂമൻ ലെവലിന്റെ അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഏത് പാതയിൽ സഞ്ചരിച്ചാൽ ഞാൻ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ധാരണ, ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അവനെ സ്പിരിച്വലി ഹെൽത്തി എന്ന് പറയാം. യോഗ ആസനങ്ങളൊന്നും ഈ ഒരു സ്പിരിച്വൽ ഹെൽത്ത് ഡയറക്റ്റ് കിട്ടാനുള്ള ഒന്നല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാലത്ത് കുറച്ചു നേരം യോഗാസന പ്രാണായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുന്ന ആരും കരുതരുത്. എന്ത് മാറ്റം വരണമോ ആ മാറ്റം മനസ്സിന്റെ തലത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ കൂട്ടത്തിൽ യോഗ ആസനങ്ങളും പ്രാണായാമങ്ങളും ചെയ്യുകയാണെങ്കിൽ അത് ഈ നമ്മൾ ശ്രമിക്കുന്ന മാനസികമായ മാറ്റത്തെ സപ്പോർട്ട് ചെയ്യാനാണ് യോഗാസനങ്ങൾ പ്രാണായാമം സഹായിക്കുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ജോയിന്റ് ഒക്കെ ലൂസാക്കാം, മസിലൊക്കെ സ്ട്രോങ് ആക്കാം, ഓർഗനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോൺ ചെയ്തെടുക്കാൻ പറ്റും.
അതിൻ്റെ അപ്പുറം യോഗാസനങ്ങളുടെയും പ്രാണായാമയുടെയും ഗുണം ലഭിക്കുന്നത് നമ്മൾ മെന്റൽ തലത്തിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് യോഗാസനം പ്രാണായാമയും സഹായിക്കുന്നത്. അതുകൊണ്ട് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഏത് തലത്തിൽ മനുഷ്യൻ ചിന്തിക്കണം, പെരുമാറണം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ധാരണയും അതിനന്വേഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാവുമ്പോഴേ നമ്മൾ സ്പിരിച്വലി ഹെൽത്തി എന്ന് പറയുള്ളൂ. അപ്പൊ ഇതും കൂടി മനസ്സിലാക്കിയാലേ നമ്മൾ യോഗ തെറാപ്പി പൂർണ്ണമാവുള്ളൂ. ആയുർവേദത്തിലെ സ്പിരിച്വൽ പാർട്ട് എന്ന് പറയുന്നത് യോഗയാണ്. യോഗ ഇല്ലാതെ ആയുർവേദം പൂർണ്ണമല്ല. ആയുർവേദം ഇല്ലാതെ യോഗ പൂർണ്ണമാണ്, പക്ഷെ യോഗ തെറാപ്പി പൂർണ്ണമല്ല. യോഗ തെറാപ്പി ആവണമെങ്കിൽ ആയുർവേദത്തിലെ ഏത് പാർട്ടാണ് വേണ്ടത്? ആയുർവേദത്തിന് 2 പാർട്ടുണ്ട്, ആതുരവൃത്തം ആൻഡ് സ്വസ്ഥവൃത്തം. ഈ സ്വസ്ഥവൃത്തം ഉണ്ടെങ്കിലേ യോഗ തെറാപ്പി പൂർണ്ണമാകൂ. പക്ഷെ യോഗ ഇൻഡിപെൻഡന്റ് ആണ്. ആയുർവേദം സ്വസ്ഥവൃത്തം ഒന്നും വേണ്ട, സ്പിരിച്വൽ യോഗ. പക്ഷെ യോഗ തെറാപ്പി പൂർണ്ണമാകണമെങ്കിൽ ആയുർവേദത്തിലെ വാതപിത്ത കഫങ്ങളൊന്നല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. വാതപിത്ത കഫ ദോഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഗുണം ചെയ്യും. പക്ഷെ യോഗ തെറാപ്പിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് സ്വസ്ഥവൃത്തത്തിൽ ലൈഫ് സ്റ്റൈൽ പാർട്ടാണ്. അതുപോലെ ആയുർവേദം പൂർണ്ണമാവണമെങ്കിൽ ആയുർവേദത്തിലെ സ്പിരിച്വൽ പാർട്ട് എന്ന് പറയുന്നത് യോഗയാണ്. യോഗയ്ക്ക് വേണ്ടി വേറെ പുസ്തകമൊന്നും ചരകനോ സുശ്രുതനോ ആരും എഴുതാൻ നിന്നിട്ടില്ല. അവർ പറയും യോഗ ഫോളോ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരു മതത്തിന് 1-2 ഗ്രന്ഥം പാടുള്ളൂ എന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് മതങ്ങൾ ഉണ്ടാക്കാനുള്ള അത്രയും ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. എന്നാൽ ഈ ഗ്രന്ഥങ്ങളൊന്നും പരസ്പര വിരുദ്ധമല്ല. വൈദിക ശാസ്ത്രത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും പരസ്പര പൂരകങ്ങളാണ്. സമഗ്രം, നമ്മൾ ഈ ഡെഫിനിഷൻ കണ്ടല്ലോ, സമഗ്രം ബഹുമുഖ ഭാഷ്യം, വ്യക്താധിഷ്ഠം, ചര്യാപ്രധാനം, ക്രിയായോഗം, യോഗ ചികിത്സ. നാളെ ഞാൻ ഈ ഡെഫിനിഷൻ, നാളെ മീൻസ് അടുത്ത ക്ലാസ്സിൽ ഈ ഡെഫിനിഷൻ പൂർണ്ണമായി പറയും. ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ യോഗ ചെയ്താൽ എല്ലാ അസുഖങ്ങളും മാറുന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് യോഗ ആയിരിക്കണം ചെയ്യേണ്ടത്. ആസനം കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറില്ല. ആസനം, പ്രാണായാമം, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അസുഖങ്ങളും മാറില്ല. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണല്ലോ. നമ്മുടെ യോഗയ്ക്ക് ഡെഫിനിഷൻ ഉണ്ട്. യൂണിയൻ എന്ന് പറയുമ്പോൾ പല ഡെഫിനിഷൻ ഉണ്ട്. എന്തെല്ലാം യൂണിയൻ? ഒരു ഡെഫിനിഷൻ പറഞ്ഞ ഇന്നർ പേഴ്സണാലിറ്റിയും എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി തമ്മിലുള്ള ഒരു ഹാർമണി ഉണ്ടെങ്കിൽ, യൂണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖം മാറ്റാം. അതിന് യോഗ ചെയ്യണമെങ്കിൽ ഇന്നർ പേഴ്സണാലിറ്റി അറിയണം, ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാൻ തയ്യാറാവണം. പിന്നെ ബാക്ക് പെയിൻ സൈക്കോസോമാറ്റിക് ആണോ അതോ ഫിസിക്കൽ ആണോ ഇഷ്യൂ? ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഫിസിക്കലായ ഇഷ്യൂ ആയിട്ടാണ്. പെയിൻ ഫിസിക്കൽ തലത്തിലാണ്. പക്ഷെ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ അവിടെ ഉണ്ടാവുന്ന ഒട്ടുമിക്ക ബാക്ക് പെയിനും ഫിസിക്കൽ അല്ല, സൈക്കോസൊമാറ്റിക് ആണ്. അവിടെ സൈക്കോസൊമാറ്റിക് എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിലെ സൈക്കോസൊമാറ്റിക് അല്ലട്ടോ ഡെഫിനിഷൻ, യോഗ വസിഷ്ഠയില എടുക്കണം. സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് അവരെ ഫിസിക്കൽ പെയിൻ മാറാത്തത്. അപ്പൊ ആ ഡിസ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കാനും ആ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും കൂടി സാധിച്ചാലേ അവിടെ യോഗ തെറാപ്പി പൂർണ്ണമാവുള്ളൂ. അപ്പോ നിങ്ങൾ അവിടെ പഞ്ചകർമ്മയ്ക്ക് വരുന്നവർക്ക് യോഗ തെറാപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി പ്രധാനമായിട്ട് യോഗ ആസനങ്ങളും പ്രാണായാമം കറക്റ്റ് ചെയ്യലല്ല, അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അവരുടെ ചിന്താരീതികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ മാറും. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിലും എഡ്യൂക്കേറ്റഡ് ആയവർക്കുള്ള ബാക്ക് പെയിൻ പലതും സൈക്കോസൊമാറ്റിക്കാ. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇത് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കൂടുതലുള്ള സന്ദർഭത്തിലായിരിക്കും അവർക്ക് ഇത് കൂടുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്ന ഒരു ദിവസം അന്ന് ബാക്ക് പെയിൻ കുറവായിരിക്കും. ചിലപ്പോൾ അവർ അന്ന് കൂടുതൽ ഫിസിക്കൽ വർക്ക് ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ അന്ന് ബാക്ക് പെയിൻ കുറവായിരിക്കും. എന്താ കാരണം? സ്ട്രെസ്സാണ് അവരുടെ ബാക്ക് പെയിനുള്ള കാരണം. അപ്പോൾ പെയിൻ പോലും സൈക്കോസോമാറ്റിക് ആണ്. യോഗ തെറാപ്പിക്ക് പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യലും അവരെ ചിന്താരീതികൾ കറക്റ്റ് ചെയ്യലാണ്. അതിനാണ് കൗൺസിലിംഗ്, യോഗോപദേശ അഥവാ വിജ്ഞാനോപദേശ എന്നൊക്കെ വിളിക്കാവുന്ന കൗൺസിലിംഗ്. പിന്നെ അബ്ദുൾ ഖാദർജി എഴുതിയിട്ടുണ്ട്, സത്യത്തിൽ ഈ ക്ലാസ് പെട്ടെന്ന് അവസാനിക്കരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല ഒരുപാട് ധാരണ പിശകുകൾ തീരാൻ ഈ ക്ലാസ് കാരണമായെന്ന്.
ഹലാൽജ യോഗിക് വിസ്ഡത്തിനെ പറ്റി പറഞ്ഞല്ല, അത് നാളത്തെ ക്ലാസ്സിൽ അങ്ങാനോ അത് സ്വയം നമ്മള് ഇങ്ങനെ ആർജിക്കേണ്ടതാന്നും പറഞ്ഞു. അത് എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു യോഗ തെറാപ്പി ചെയ്യണമെങ്കിൽ നമ്മള് മെയിൻ ടൂളാന്ന് പറഞ്ഞല്ല യോഗിക് വിസ്ഡം, അതിനെ പറ്റി എന്തെങ്കിലും അടുത്ത ക്ലാസ്സിൽ അങ്ങനെ പറയോ, സംസാരിക്കോ? ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ഇടയ്ക്കിട്ട് പറയാറില്ലേ, ബുദ്ധിയുണ്ട് ബോധമില്ല എന്ന് പറയാറില്ലേ ചില ആൾക്കാര്. എന്തിനു ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റും, എല്ലാം അറിയാം. എന്നാലോ സ്വന്തം ജീവിതത്തിൽ സുഖമായി സമാധാനത്തോടുകൂടി ജീവിക്കാനോ കുടുംബമായിട്ട് ജീവിക്കാനോ ഉള്ളൊരു കഴിവുണ്ടാവില്ല. അപ്പോ വിസ്ഡം എന്ന് പറയുന്നത് ബുദ്ധിയെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോണ്ടാവുന്ന റിസൾട്ടാണ്. നമുക്ക് വലിയ അധികം ബുദ്ധി വേണമെന്നില്ല, ഉള്ള ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിസ്ഡം കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, പലപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാതെ കുഗ്രാമങ്ങളിൽ കഴിയുന്നവർ വളരെ വയസ്സാണ്, അവരുടെ ഡിസിഷനൊക്കെ തെറ്റാണ്. വിവരമുള്ളവരുടെ ഡിസിഷനാണ് പലപ്പോഴും റോങ് ആയി വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. IQ അറിയാലോ, ഇന്റലിജന്റ് കോഷൻ. ഇപ്പൊ ഇന്റലിജന്റ് കോഷൻ മാത്രം നോക്കി ആരും സെലക്ട് ചെയ്യില്ല ജോലിക്ക്. EQ ആണ് നോക്കുന്നത്, ഇമോഷണൽ കോഷന്റ്. എനിക്കിപ്പോ വലിയ IQ ഉണ്ടെന്ന് കരുതാം, പല കാര്യങ്ങളെ കുറിച്ച് വിവരം ഉണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ജോലിയുണ്ട്, വലിയ സമ്പത്തുണ്ട്. പക്ഷെ എൻ്റെ ഇമോഷണൽ കോഷന്റ് വീക്ക് ആണെങ്കിൽ, ഞാനിപ്പോ വലിയൊരു കമ്പനിയുടെ CEO ആണ്, അപ്പൊ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. പക്ഷെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭാര്യയായിട്ടൊന്ന് തല്ലുകൂടി. ഭാര്യ പറഞ്ഞു ഞാൻ പോണെന്നും പറഞ്ഞു, എന്നാ നീ പോന്നും പറഞ്ഞ് ഇറങ്ങി. ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സംശയം വന്നത്, എന്താ ഭാര്യ ഉദ്ദേശിച്ചത്? ഷോപ്പിങ്ങിന് പോണ കാര്യം പറഞ്ഞിട്ടാണ് തല്ലുകൂടിയത്. ഷോപ്പിങ്ങിന് പോകാണെന്നാണോ അപ്പൊ പറഞ്ഞത്? അതോ എന്നെ വിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാണെന്നാണോ പറഞ്ഞത്? അതോ ഇനി ജീവിതം തന്നെ വിട്ടു പോകുന്നതാണോ ഉദ്ദേശിച്ചത്? ആകെ സ്ട്രെസ്സായി. ഇമോഷണൽ കോഷന്റ് കുറവുള്ള ആളാണ്, പക്ഷെ IQ ഭയങ്കരമാണ്. ഇത് ചിന്തിച്ച് പോയി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. ആ മീറ്റിംഗ് ഫെയിലിയർ ആയി, കമ്പനി വലിയ ലോസിലായി, ജോലി പോയി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, കുടുംബം തകർന്നു. ഇതാണ് EQ ഇല്ലാതെ IQ ഉണ്ടെങ്കിൽ അത് വലിയ ബർഡനാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കമ്പ്യൂട്ടറിന് റാം ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ വലിയ പ്രോഗ്രാമുകൾ ഉണ്ട്, ധാരാളം പ്രോഗ്രാമുള്ള വലിയൊരു കമ്പ്യൂട്ടറാണ്. പക്ഷെ റാം കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സിലായി, ടൈം ടു ടൈം അല്ലേ? ഈ വിസ്ഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇമോഷണൽ കോഷന്റ് എന്ന് പറയുന്ന റാമും IQ എന്ന് പറയുന്നത് ഈ കാണുന്ന ആപ്പുകളാണ്. പലതരം ആപ്പുകൾ നമ്മളിങ്ങനെ പല കോഴ്സുകൾക്ക് പോയി, ഞാൻ എൻ്റെ യോഗ തെറാപ്പിക്ക് വരുന്നവരോടും പറയും, നിങ്ങൾ യോഗയെക്കുറിച്ച് കുറെ ഇൻഫർമേഷൻ ഉള്ളവരാണെങ്കിൽ ഈ കോഴ്സ് പോലും ചെയ്യാതെ വീട്ടിലിരിക്കും കുറച്ചു കാലം, അതൊക്കെ ദഹിക്കട്ടെ ഇൻഫർമേഷനൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷനുള്ള IQ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് EQ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ആവും. അതിന്റെ റിസൾട്ട് IQ EQന്റെ ബാലൻസ് ആണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പോ IQ കുറവായിക്കോട്ടെ, അതിനനുസരിച്ചുള്ള വിസ്ഡം ഉണ്ടായാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. IQ കൂടുന്നതിനനുസരിച്ച് EQ കൂട്ടണം. അതിനുള്ള എന്ത് സിലബസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്? EQ കൂട്ടാൻ എന്തുള്ള? ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഈ ICIC സിലബസ് CBSE സിലബസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മാർക്ക് കുറച്ച് കഴിയുമ്പോൾ കുറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. അതേസമയം ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ തോറ്റു കഴിഞ്ഞാലും പോയി പണി നോക്കെന്ന് പറഞ്ഞ് വേറെ വല്ല പണിക്ക് പോകാൻ കഴിയും. അപ്പൊ IQ കൂട്ടാനുള്ള ഒന്നും നമ്മുടെ വിദ്യാഭ്യാസം EQ കൂട്ടാനുള്ളത്. അപ്പൊ IQ എത്രയും കൂട്ടുന്നു അത്ര അപകടമാണ്. IQ ഉണ്ടായിട്ട് EQ കുറവാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു ബർഡനാണ്, നമ്മുടെ ചുറ്റുള്ളവർക്കും വീട്ടുകാർക്കും ബർഡനാണ്. മറിച്ച് IQ EQ ബാലൻസ് ആണെങ്കിലോ അവർക്കും ബർഡനല്ല, നമ്മൾക്കും സുഖമായി ജീവിക്കാം. ഇനി ഒരു ക്യൂവും കൂടി ഉണ്ട് കേട്ടോ, IQ EQ കൂടാതെ, CQ, ക്രിയേറ്റീവ് കോഷന്റ്. അത് ആരൊക്കെ ഉള്ളതെന്ന് അറിയോ? ക്രിയേറ്റീവ് കോഷന്റ് ഉള്ളവർ മറ്റുള്ളവർക്ക് ശല്യമാവില്ല, നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് ഗുണപ്രദമായി മാറുന്നവരാണ്. യോഗികളും സയന്റിസ്റ്റുകളും ഒക്കെയാണ് അതിൽപ്പെട്ടത്. CQ യോഗയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ CQ കൂട്ടലാണ്, IQ കൂട്ടലൊന്നല്ല. IQ കൂട്ടാൻ വേണ്ടി വരുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ വെറുതെ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കും, ഒന്നും ചെയ്യാതിരിക്കും, ചുമ്മാതിരി എന്നാ രമണ മഹർഷി അല്ല പറഞ്ഞ്, ചുമ്മാതിരിക്കലാണ് യോഗ എന്ന് ഒരു ഡെഫിനിഷൻ ഉണ്ട്, കേട്ടോ? അത് യോഗയുടെ ഒരു ഡെഫിനിഷനാണ്, ചുമ്മാതിരിക്കലാണ് യോഗ. IQ കൂടിയ ആൾ ഇനിയും കൂട്ടാൻ നിൽക്കാതെ അതൊന്ന് കുറച്ചു നേരം ചുമ്മാതിരുന്ന് ഇൻഫർമേഷൻ ഡൈജസ്റ്റ് ആവട്ടെ.
ഇൻഡൈജഷൻ ആണ് നമ്മുടെ സ്ട്രെസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ CQ വീട്ടിലാണ് യോഗ. ഇപ്പൊ ആ ചോദിച്ച ചോദ്യത്തിന് ഏകദേശം ഒരു ആൻസർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രവണ മനന നിധിധ്യാസന എപ്പോഴും ഹർലാൽജിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതും അതാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളായാലും സാധാരണ നമ്മൾ സംശയം ചോദിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും ഡീലിംഗ് കണ്ടിട്ടുള്ളത്. ആർഷവകമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹമായി അടുത്ത് ഇടപഴകാനുള്ള അവസരം ഉള്ളതുകൊണ്ടും മനസ്സിലാക്കാറുള്ളതാണ്. നമ്മളൊരു ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി കിട്ടാറില്ല. രണ്ടോ മൂന്നോ തിരിച്ചു ചോദ്യങ്ങളായിരിക്കും, നമുക്ക് കണ്ടെത്താൻ പറ്റാവുന്ന രണ്ടോ മൂന്നോ തിരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് നിന്ന് കിട്ടുക. അതിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മുടെ ചോദ്യത്തിനും മറുപടി ആവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാജശേഖരൻ സാറൊക്കെ ഇപ്പൊ ഏകദേശം ആ മൂഡിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രവണം കഴിഞ്ഞു, ഇനി മനനം നടക്കുന്നതോടുകൂടി നാളെ ചോദ്യങ്ങളുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ്, വേറിട്ട രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. അത് സംശയങ്ങളിൽ നിന്ന് മനസ്സിലായി. എന്തായാലും വളരെ നന്ദിയുണ്ട്. യോഗ ഫാക്കൽറ്റീസിന് ഇത് ഒരു വ്യത്യസ്തമായ അനുഭവമായിട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ഹരിലാൽജി.